ഗാസയിൽ വെടിനിർത്തൽ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. 24 വോട്ടോടെ കരാറിന് ഇസ്രായേൽ സമ്പൂർണ്ണ മന്ത്രിസഭ അംഗീകാരം നൽകി. 33 ബന്ദികളുടെ മോചനം ആദ്യഘട്ടത്തിൽ നടക്കും. സൈനിക പിന്മാറ്റവും ആരംഭിക്കും. ബന്ദികളുടെ മോചനം സംബന്ധിച്ച് അന്തിമ ചർച്ചകൾ ഇന്നലെയാണ് പൂർത്തിയായത്. ആദ്യം സുരക്ഷാ ക്യാബിനറ്റും പിന്നീട് പൂർണ്ണ ക്യാബിനറ്റും ധാരണ അംഗീകരിച്ചു. നടപടികൾ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് സ്വാഗതം ചെയ്തു. ധാരണയുടെ ഭാഗമായി 33 ബന്ദികളെ നാളെ മോചിപ്പിക്കും. നാളെ ഇന്ത്യൻ സമയം 4 മണിയോടെ മോചനം സാധ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇസ്രായേലിൽ തടവിൽ കഴിയുന്ന 1000-ഓളം പലസ്തീൻകാരുടെ മോചനവും ഇതോടൊപ്പം നടക്കും. 3 ഘട്ടമായിട്ടായിരിക്കും മോചനം സാധ്യമാക്കുക. ആദ്യഘട്ടത്തിൽ പൂർണ്ണ സൈനിക മാറ്റവും ഒപ്പം 33 ബന്ദികളുടെ മോചനവും നടക്കും. രണ്ടാം ഘട്ടത്തിലും ബന്ദികളെ വിട്ടയക്കുന്നതും മറ്റു നടപടികളും തുടരും. ഇരു രാജ്യങ്ങൾക്കിടയിലെ അതിർത്തിയിൽ ബഫർ സ്ഥാപിക്കുന്നതിന് ഉൾപ്പെടെയുള്ള നീക്കങ്ങളും നടക്കും. മൂന്നാം ഘട്ടത്തിലായിരിക്കും തകർന്ന ഗാസയുടെ പുനർനിർമ്മാണം ആരംഭിക്കുക. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലാണ് വെടിനിർത്തലും ബന്ദികളുടെ മോചനത്തിനുള്ള ചർച്ചകളും നടന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, ജോ ബൈഡന്റെ പ്രതിനിധി ബ്രൈറ്റ് മെക്കാർക്ക്, ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് തുടങ്ങിയവർ ചർച്ചയിൽ സന്നിഹിതരായിരുന്നു. ഇന്നലെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന പ്രതിനിധികൾ ഖത്തറിലെത്തി ധാരണ ഒപ്പുവെച്ചത്. അധികാരമേൽക്കുന്ന ജനുവരി 20-ന് മുൻപായി ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഐസൻ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൻ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയം മുമ്പ് പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് നാളെ രാവിലെ 8:30 അതായത് പ്രാദേശിക സമയം, ഇസ്രായേലിലെ പ്രാദേശിക സമയം 8:30 ബന്ദികളുടെ മോചനവും അതുപോലെ തന്നെ സമാധാന കരാർ യാഥാർത്ഥ്യമാവുകയും ചെയ്യുമെന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ബന്ദികളുടെ മോചനം ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സൈനിക പിന്മാറ്റം പ്രായോഗികമായി നടത്തുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ബന്ദികളുടെ മോചനവും സാധ്യമാക്കുക എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നും നടക്കാനിരിക്കുന്ന നടപടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ബന്ദികളുടെ മോചനം സാധ്യമാക്കുമ്പോൾ 33 ബന്ദികളെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ വിട്ടു നൽകുക. അതിന്റെ ഭാഗമായി എത്ര ബന്ദികളെ വിട്ടു നൽകേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ കൂടുതലായി നാളെ രാവിലെയോടെ നമുക്ക് ലഭ്യമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ബന്ദികളെ വിട്ടു നൽകുന്നതോടുകൂടി ഈ തുടർ നടപടികളിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക. ആദ്യഘട്ടത്തിൽ ബന്ദികളുടെ മോചനം സാധ്യമാക്കുക, പിന്നീട് തടവിൽ കഴിയുന്ന ഇസ്രായേലിന്റെ തടവിൽ കഴിയുന്ന പാലസ്തീനിയൻ തടവുകാരുടെ മോചനം, അതിനുശേഷം ഗാസയുടെ പുനർനിർമ്മാണം, അത്തരത്തിലുള്ള നിരവധിയായ പരിപാടികൾ ഉൾക്കൊള്ളുന്ന 3 ഘട്ടങ്ങളാണ് ഈ വെടിനിർത്തലിന്റെ ഭാഗമായി നടക്കുന്നത്. ഈ നീക്കങ്ങളുടെ ആദ്യഘട്ടം നാളെ രാവിലെ 8:30, അതായത് ഭാരതത്തിലെ പ്രാദേശിക സമയം ഏതാണ്ട് 3.5 മണിക്കൂറിന് ശേഷം 1 മണിയോടുകൂടി നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായ നീക്കങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ കൃത്യമായ ഒരു ഷെഡ്യൂളിന്റെ ഭാഗമായി ബന്ദികളുടെ മോചനവും അതുപോലെ തന്നെ പൂർണ്ണമായ വെടിനിർത്തലും യാഥാർത്ഥ്യമാകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒക്ടോബർ 7-ന് ആരംഭിച്ച സംഘർഷം ഇപ്പോൾ 15 മാസത്തിന് ശേഷം സമാപിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായും അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി.